ലച്ചു എത്ര നാളായി. വെൽക്കം ടു കേരള. ഹായ് ബ്രോ, സിസ്റ്റർ, എവ്രി വൺ, വെൽക്കം ടു ഹംബ്ലോ ലൈൻ. ചിലരൊക്കെ പറഞ്ഞ ഇൻട്രോ ഭയങ്കര ക്രിഞ്ചാണെന്ന്. എന്ത് ചെയ്യാനാ, ശീലിച്ചു പോയി. ഈ ചാനലിൽ ആദ്യം വീഡിയോ തുടങ്ങാന്ന് വെച്ചപ്പോൾ എൻ്റെ വായിലൊന്നും സാധനം പിന്നെ അത് മാറ്റിയില്ല, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ബെറ്റർ സജഷൻസ് ഉണ്ട് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മൾ ഓൾറെഡി കിരൺ വന്ന കാര്യം പറഞ്ഞു അല്ല, എക്സ്ക്ലൂസീവായിട്ട്. അപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഇന്ന് നമ്മൾ വേറൊരു സാധനം കൂടി ഹംബ്ലോ ലൈനിലൂടെ കാണിക്കാൻ പോവാണ്. കിരണും ലച്ചുവും കൂടി ഇന്ന് ഒരുമിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ പോവുകയാണ്. മീൻ വൈൽ ഞങ്ങൾ അവർ വരുമ്പോഴത്തേക്കും ബെഡ്റൂമൊക്കെ ബലൂൺസ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി നോക്കുമ്പോൾ 3 ബലൂണാണ് ഉള്ളത്. പക്ഷെ ഇത്രയല്ല ഞങ്ങൾ വീർപ്പിച്ചത്. ഇത് കണ്ട, എല്ലാം കാറ്റടിച്ച് ഒരു മൂലക്ക് വന്ന് വീണെടുക്കണം. നോക്ക്, അത് നമുക്ക് പോകുമ്പോഴത്തേക്ക് AC ഓഫ് ചെയ്യാതെ. പിന്നെ ഇവിടെ അവിടെ ആയിട്ട് കിടപ്പുണ്ട്. ഒന്ന് ശരിക്കും അലങ്കരിച്ചിട്ടിട്ട് അവർ തിരിച്ചു വരുമ്പം ബലൂൺസ് കണ്ട് ഞെട്ടണം. ഇപ്പം ഇവിടെ ബലൂണിൽ കളിക്കണ ആരാന്ന് നമുക്ക് കാണാം. പൂച്ച് പോവാം, എയർപോർട്ടിൽ പോവാം. ഓൾമോസ്റ്റ് ടൈമായി. സമയം 8:45. ഒരു 9:30 ആകുമ്പോഴത്തേക്ക് അവർ എത്തുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് തിരിക്കാം. കമോൺ ബ്രോ, എൻജോയ്. അങ്ങനെ കൊച്ചിയിലെ മനോഹരമായ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴയാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. സംഭവം അവിടെ ബാംഗ്ലൂരും മഴയാണ്, ഇപ്പോൾ ഇവിടെ മഴ. ബാംഗ്ലൂർ മഴയായിട്ട് ഓൾറെഡി അവൻ്റെ ഫ്ലൈറ്റ് 1 hour ലേറ്റായിരുന്നു. ഇവിടെ ഇനി മഴയാണ്. എന്തായാലും കൃത്യസമയത്ത് തന്നെ ലാൻഡ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരെ എയർപോർട്ടിലോട്ട്. പൂച്ച് ഉറങ്ങിയ പൂജ ഉറങ്ങി. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ബ്ലോക്ക് എല്ലാം താണ്ടി എയർപോർട്ട് റോഡ് എത്തി. എയർപോർട്ട് റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈ ദ വേ കിരൺ വിളിച്ചു, അവരുടെ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ട്. പിന്നെ ലഗേജ് എടുക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും. ഈ പെട്ടി ഇങ്ങനെ കറങ്ങി വരണമല്ലോ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ടൈം 9:28. എനിക്ക് തോന്നുന്നു എങ്ങനെ വന്നാലും ഒരു 15-20 മിനിറ്റ് എടുക്കും പെട്ടി ഇട്ടാനായിട്ട്. അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് വരും. കിരണവിനെ നമ്മൾ ഓൾറെഡി കണ്ടു. ലച്ചുവിനെ എത്ര മാസമായി? 10 മാസമായ കല്യാണം കഴിഞ്ഞിട്ട് അല്ലേ? 10 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ബ്രോ, അല്ലേ? യെസ്, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ബൈ ദ വേ ചേച്ചിയുടെ വണ്ടിക്കാണ് നമ്മൾ നന്നാ. പൂച്ച് മഴയൊക്കെ ഒരുവിധം കുറവുണ്ട് അല്ലേ? ആൻഡ് അവിടെയാണ് ഇൻ്റർനാഷണൽ ടെർമിനൽ. അങ്ങോട്ടല്ല, വി ആർ ദിസ് വേ. ഡൊമസ്റ്റിക് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെയാണ്. കറങ്ങിപ്പോലെ കാഴ്ചയൊക്കെ ഉണ്ട്. കമോൺ. അങ്ങനെ അറൈവലിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറി വരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് വെച്ചാൽ ഡിപ്പാച്ചേഴ്സാണ്. അപ്പോൾ അറൈവലിൽ നമ്മൾ അങ്ങറ്റം വരെ വരണം. ഏതോ ഇത് പ്ലെയിനൊക്കെ പോണ സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങേറ്റത്ത് കണ്ട ആൾക്കാർ നടന്നോണണ്ട. അവിടെയാണ് അറൈവൽ. അവർ ഇപ്പം ഇറങ്ങാൻ സാധ്യതയില്ല. കാര്യം ഇറങ്ങിയെങ്കിൽ എന്തായാലും വിളിച്ചേനെ. പെട്ടിയിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ കറങ്ങി നടക്കാം. എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലച്ചു എത്ര നാളായി. വെൽക്കം ടു കേരള, വെൽക്കം ടു. ലച്ചു ലുക്കാകെ മാറിയല്ല. തിരിച്ചറിയോ? നിങ്ങളെന്താ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ചോദിക്കണം. ആണല്ലേ? നമ്മുടെ തനി മലയാളീനൊക്കെ പോലെ. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? എല്ലാവരും ഏതാ? അവിടെ നല്ല മഴയല്ലടാ? ഇവിടെ എന്തായാലും മന്നവരെ നല്ല മഴയായിരുന്നു. ഇപ്പൊ ഇച്ചിരി ഇതായി. ആ വണ്ടി കണ്ടുപിടിക്കാം. പെട്ടിയെ കുറേ ഉണ്ടല്ലോ. അങ്ങനെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി കണ്ടെത്തി. ഇതാണ് വണ്ടി. നീ പെട്ടി സൈഡിൽ കൂടി എടുക്കേണ്ടി വരും. കാര്യം ട്രോളി അടക്കം കയറില്ല. പെട്ടി സൈഡിൽ കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്നാൽ കയറ്റി വെക്കാം. അടുത്ത
അങ്ങനെ നീണ്ട ഡ്രൈവിന് ശേഷം വീട്ടിലെത്തിയിരിക്കുകയാണ്. ലച്ചു വരൂ, അമ്മാമേനെ കണ്ടോ, അനുഗ്രഹിച്ചു വിടാം അമ്മാമേ. കമോൺ ബുച്ച് എടുത്തോ. അനുഗ്രഹം കൂടിപ്പോയാലേ, ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചോളെ അമ്മ. ഇതെന്താണ്, തൊഴാൻ പോകണോ? പ്രവേശിച്ച ഒരു മിനിറ്റ് ലച്ചുകൊണ്ടിരട്ടെ. 4 ദിവസം കൊണ്ട് റെഡിയാക്കിയ റൂമാണ്. ഇതാണ് അമ്മ സർപ്രൈസ് എന്ന് ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. നിറച്ച് ബലൂൺസ്. ഈ ഇതിലെ ഓരോ ബലൂണിലും എൻ്റെ ശ്വാസമാണ്. കാര്യം എന്താണെന്നറിയോ, ബലൂൺ വീർപ്പിക്കുന്ന മെഷീൻ വർക്കായില്ല. പിന്നെ ഞാൻ ഊതി പൊട്ടിക്കല്ലേ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ട? അടുത്തതായി അമ്മ ലച്ചുവിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ സാധനം നമ്മൾ കാണാൻ പോവുകയാണ്. എന്താ അമ്മ അത്? ചിക്കൻ കറി. മനോഹരമായ തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ കറി അല്ലേ? എനിക്ക് ബീഫ് കറി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെവിടെ? അതെത്തിയാൻ നോക്കണേ. യെസ്, ബിക്കോസ് ഈയിടെയായിട്ട് ചിക്കൻ കഴിച്ചിട്ട് എനിക്ക് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ബീഫ് കറിയാണ്. ലച്ചു വാ, കഴിച്ചിട്ട് ഇനി റെഡി ആയിട്ട് വാ.